ബിദ്അത്തുകാരുമായി അവിഹിത ബന്ധം, വഴിവിട്ട ബന്ധം, എന്ത് തോന്നിവാസവും നടത്താൻ ഒരു മടിയുമില്ലാത്ത വർഗമായി സമസ്തയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിക്കുന്ന ടീം മാറി. ഞാൻ വെറുതെ പറയല്ല. ഇവിടെ ഇതിൽ നിന്നൊക്കെ കേരളത്തെ പിടിച്ചു നിർത്തിയതാരാ? സൂഫിയാക്കളാണ്. എന്നിട്ട് പൈന്റെ പേറ്റന്റ് അവകാശപ്പെടുക ചില ആൾക്കാർ. മിനിഞ്ഞാന്നുണ്ട് നമ്മളൊരു പഴയ സുഹൃത്ത് മാളിയക്കൽ സഖാഫി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താ മനുഷ്യർക്കൊപ്പം. ആ പരിപാടിയിൽ അത് സംഭവം വേറെയാണ്. അതിന്റെ കഥ കുറച്ചു കാലമായിട്ട് കഴിഞ്ഞ കേരള യാത്രകളിലൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും നൽകി യാത്രാ നായകന്റെ അതേ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിച്ച് എവിടെയാണോ കിടക്കുന്നത് എങ്കിൽ അതിന്റെ കവാടത്തിൽ തന്നെ കിടക്കാൻ ഇടം കണ്ടെത്തി എല്ലാ നിർദ്ദേശങ്ങളും നൽകി അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ആള് ഇപ്പോ അത്ര കണ്ട് പരിഗണന കിട്ടുന്നില്ല. ഇപ്പൊ വേറെ ചില ആളുകളാ ഇപ്പൊ അതിനെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉള്ളിലൊക്കെ കുറെ അടക്കം പറച്ചിൽ നടക്കുന്നത് ഒരു കോഴിക്കോട് കോക്കസായി മാറിയിട്ടുണ്ടോ? പണ്ടേ മലപ്പുറം കോഴിക്കോട് കോക്കസ് ഇതിൽ വലിയ ഭിന്നത സൃഷ്ടിച്ചതാണല്ലോ. യാത്രാ നായകൻ കോഴിക്കോട്, ഉപനായകന്മാർ രണ്ടും കോഴിക്കോട്. അച്ചടി ഭാഷയിൽ ഇസ്തിരിട്ട വർത്താനം പറയാൻ വന്നിരിക്കുന്ന മാഷോ മൂപ്പരും കോഴിക്കോട്ടുകാരൻ, കൊടിയത്തൂക്കാരൻ. ഒക്കെ ഒരു കോഴിക്കോട് മയം. പണിയെടുക്കാൻ ഞങ്ങളും കാശ് വാങ്ങാൻ നിങ്ങളും എന്ന രൂപത്തിലൊക്കെ, അഥവാ ഈ പൊന്മള ടീമിന് വല്ലാത്തൊരു അവഗണനയുടെ ചാട്ടവാറേറ്റ് കരിവാളിച്ച വിഭാഗമായി പൊന്മള ടീം മാറുന്നുണ്ടോ? അല്ല, അങ്ങനല്ല, അങ്ങനെ പുറത്തു നിന്നിട്ടുള്ള ചില നിരീക്ഷകന്മാരുടെ നിരീക്ഷണങ്ങളാണ്. അപ്പൊ അതില് ഇയാൾക്കൊന്ന് കുഞ്ഞാപ്പു ആകണം, എന്നാലോ പല വിഷയങ്ങളിലും ഇവരോടങ്ങോട്ട് യോജിക്കാൻ നമ്മളെ മാളിക്ക് കഴിയുന്നില്ല. മാളിക മുകളിൽ ഇരിക്കുകയും വേണം, ഇവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും വേണം. അപ്പൊ ആ നിലക്ക് കിട്ടിയ സമയം ചിലതൊക്കെ മൂപ്പര് പറഞ്ഞു. ഇന്ന് മൂപ്പരെ വിശേഷമാണ് കുറച്ച് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. മൂപ്പര് പറയുന്നുണ്ട്, കഴിഞ്ഞ മിനിഞ്ഞാന്ന് നടന്ന യോഗത്തിൽ നാദാപുരത്ത് വെച്ച്, നാദാപുരത്തന്നെ കണ്ടറിഞ്ഞ് മൂപ്പർക്ക് കൊടുത്തതാ. കാരണം എന്താ? ഹിറ്റ്ലർ മൗലാനയെ ഏത് രൂപത്തിലാണ് മൂപ്പര് സ്വീകരിക്കണ ശൈലി എന്നറിയണമല്ലോ. ഞാനുലുലമയെ ഏത് രൂപത്തിലാണ് ഉള്ളോണ്ട് വലിയ പ്രശ്നത്തില. മടവൂര് ശൈഖനാടെ വിഷയത്തിലും മറ്റു കാര്യത്തിലൊക്കെ സുഖക്കുറവുകളുണ്ട് ചില വിഷയങ്ങളിലൊക്കെ, എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാനായിട്ട് പറ്റണില്ല. അപ്പൊ ആ രൂപത്തിലൊക്കെയുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മൂപ്പർക്ക് അവിടെ അവസരം കൊടുത്തത്. അപ്പൊ ഇനിയും തുടർന്നുള്ള ഘട്ടങ്ങളിൽ സംഘടനാ പോസ്റ്റുകളിലേക്ക് പ്രമോഷൻ ലഭിക്കണമെങ്കിൽ മണിയടിക്കേണ്ട ആശാന മണിയടിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ചില സുഖിപ്പിക്കൽ ടിപ്പുകൾ കൊടുക്കുന്നതോടൊപ്പം ആഞ്ഞുള്ള കുത്തുകളും അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ കേരളത്തിലെ ഈ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ വഴിയൊരുക്കിയത് വിവിധ മതനേതാക്കളാണ്, സൂഫികളാണ്, സമസ്തയുടെ ഉലമാക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പഴയകാല ഉലമാ, മശായിഖന്മാരെ പിന്തുടർന്ന് ജീവിച്ചവർ, അവരാ ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതൊക്കെ കൂടിയിട്ട് അത്തഹിയാത്തിൽ ഒതുമുറിച്ച കോലത്തിലാക്കിയത് ഞാൻ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കും. അപ്പൊ ആദ്യം മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ, ഇതാരാണ് ഈ രൂപത്തിലൊക്കെ അവിടെ ആക്കിയത് കേട്ടോളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന
ആധികാരിക പണ്ഡിത സഭ. ആ പണ്ഡിത സഭയിൽ മഹാന്മാരായ ഉലമാ, മശായിഖന്മാരെ പിന്തുടർന്ന് ജീവിച്ച മഹത്തുക്കളായ ഉലമാ, ആ ഉലമാ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ബിദ്അത്തുകാരോടുള്ള വിഷയത്തിൽ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ടത്, ആ പരിശുദ്ധമായ വഴിക്കെതിരെ ഇവിടെ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ട് നീക്കങ്ങൾ നടത്തി. എന്നിട്ടോ ഇപ്പോൾ അതിൻ്റെ അഥവാ പഴയകാലത്ത് ഉലമാ സ്വീകരിച്ച ആ നിലപാടിൻ്റെ അതിശക്തമായ രൂപത്തിലുള്ള നീക്കങ്ങൾ, ആ നീക്കങ്ങൾ ഞങ്ങളാണ് നടത്തിയത് എന്ന് അവകാശപ്പെടുകയാണ്. ഇപ്പൊ ഞാൻ ഒന്ന് വിട്ടിട്ടുണ്ട് മോനെ, വിട്ടിട്ടുണ്ട് വെച്ചു എന്ന് അവകാശപ്പെടുകയാണ്. ആ അവകാശവാദം പഴയകാലത്തെ ഉലമാ നടത്തിയിട്ടുണ്ട്, ശരിയാണ്. സൂഫിയാക്കളുടെ നേതൃത്വം അംഗീകരിച്ച ഉലമാ നടത്തിയിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് അതുമായിട്ട് എന്താ ബന്ധം? അത് നമുക്ക് എന്തായാലും ഒന്ന് പരിശോധിക്കാം. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. ഇത് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താ? ഈ പുത്തൻവാദികളുമായി ഇവർക്കുള്ള ചങ്ങാത്തമുണ്ടോ ഇല്ലേ? ഇപ്പോ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവാണെന്നാണല്ലോ പറയുന്നത്. ഈ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഇവിടെ സമസ്ത സ്വീകരിച്ച നിലപാട്? എന്തായിരുന്നു നിലപാടുകൾ എന്നുള്ളത് ഒറ്റ വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ 100 കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെ? ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 100 വർഷം സർവാക്രമണങ്ങളിൽ നിന്നും, സർവ കടന്നുകയറ്റങ്ങളിൽ നിന്നും, സർവ അധിനിവേശങ്ങളിൽ നിന്നും മുസ്ലിം വിശ്വാസത്തെ, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് കഴിഞ്ഞ 100 വർഷക്കാലം നിതാന്ത ജാഗ്രതയോടെ കാവൽ നിന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കണ്ടോ, 100 വർഷക്കാലം സർവാക്രമണങ്ങളിൽ നിന്നും, സർവ കടന്നുകയറ്റങ്ങളിൽ നിന്നും, സർവ അധിനിവേശങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ ജാഗ്രതയോടെ നോക്കി നിന്ന് കാവൽ നിന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ സമസ്തയുടെ 100ാം വാർഷികമാണ് ഇപ്പൊ ആഘോഷിക്കാൻ പോകുന്നത്. അത് നേടിയെടുത്ത നേട്ടത്തെക്കുറിച്ച് ഇവര് പറയണ സമസ്ത, ഈ സമസ്തയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, മഹാന്മാരായ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ ദീന് പറയാൻ മുന്നോട്ട് വന്ന മഹാനരായ ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ് അവർക്ക് ദീന് പോരാ, സുന്നി പോരാ എന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിനും ഇ കെ ഉസ്താദിനും സുന്നി പോരാ എന്ന് പറഞ്ഞ് പുതിയ സംഘടന 1989 ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പ്രവർത്തിച്ച ടീം, എന്നിട്ടിപ്പോ അവര് 100ാം വാർഷികം ആഘോഷിക്കാൻ വരിക. അപ്പൊ പറയാണ്, ബിദ്അത്തുകാരുടെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും, വിശ്വാസ വൈകൃതങ്ങളിൽ നിന്നും, കടന്നുകയറ്റങ്ങളിൽ നിന്നും, അധിനിവേശങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കാവലിരുന്ന് ജാഗ്രതയോടെ കാവൽഭടന്മാരായി നിന്ന സംഘത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പഴയ കാലത്തെ ഉലമ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കന്നത് കാവലിരിക്കാൻ കരുത്തു പകർന്നതാരാ?
അന്നവർക്ക് കാവലിരിക്കാൻ അതിന് വേണ്ടുന്ന എല്ലാ കരുത്തും പകർന്നതാര്? മഹാന്മാരായ മശായിഖന്മാരിൽ ഉന്നതർ, മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനയാണ്. ബിദ്അത്തുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ ദീനിനെ പരിരക്ഷിക്കാൻ. ഞങ്ങൾ പറയണതല്ല, നിങ്ങൾക്കിന്ന് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് നേതൃത്വം അവർ തന്നെ അത് പറയട്ടെ. നിങ്ങളോട് പറയട്ടെ, എന്റെ ചെറുപ്പത്തിൽ തന്നെ ബിദ്അത്തുകാരോട് കടുത്ത വിരോധം വേണം എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകളാണ്. അവിടത്തെ കാണാൻ പോകുന്ന സമയത്തൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് അതാണ്. ബിദ്അത്തുകാരെ വെറുക്കണം, അവർ ഇസ്ലാമിനെ നശിപ്പിച്ചവരാണ്, അവരെ പ്രിയം വെച്ച് പോകരുത് എന്ന് ചെറിയ മുതഅല്ലിമായ കാലത്ത് എന്നെ ഉപദേശിച്ച് അതിനുശേഷം വളരെ ശക്തിയായി അവരോട് എതിർക്കുന്നത് ഞാൻ കണ്ടോങ്ങള്. മഹാനരായ മടവൂർ ശൈഖുനയാണ് ബിദ്അത്തുകാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എന്നോട് ഉപദേശം നൽകിയത്. ഞാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ ശംസുൽ ഉലമ EK ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ഉൾപ്പെടെയുള്ള അഹ്ലുസുന്നയുടെ ഉലമാ മഹാന്മാരായ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ കണിശത പാലിച്ചു മുന്നോട്ടു പോകുമ്പോ അവർക്ക് സുന്നി പോരാന്നും പറഞ്ഞിട്ട് ഈ പുതിയ ടീമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവരിപ്പോ നിൽക്കണ അവസ്ഥ എന്താ? ഇതൊക്കെ തന്നത് എവിടുന്ന? ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയിൽ നിന്നാണ് എന്ന് നിങ്ങളുടെ സൂപ്പർ നേതൃത്വം തന്നെ തുറന്നു പറയുമ്പോ ഇനി ഞാൻ പറയട്ടെ, ആ മഹാന്മാരായ മശായിഖന്മാർ അംഗീകരിച്ച് ജീവിച്ചിരുന്ന ശംസുല്ലമക്കും കണ്ണിയത്തുസ്താദിനൊന്നും സുന്നി പോരാ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ആരോപണം ഉന്നയിച്ച് 1989 ഇറങ്ങിപ്പോന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങൾക്ക് ആദർശം പറയാൻ യോഗ്യത ഉണ്ടോ? നിങ്ങൾക്ക് ആശയം പറയാൻ യോഗ്യത ഉണ്ടോ? അതിനുള്ള കെൽപ്പൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളൊന്നും കൂടി വൃത്തിയായ ഭാഷയിൽ പറഞ്ഞാൽ അവശനായ പിതാവിന്റെ ടീം. അവശനായ പിതാവിന്റെ ടീം AP വിഭാഗം സമസ്ത. ഇത് പറയാൻ കെൽപ്പില്ലാത്ത ടീമായി മടവൂർ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ ദീൻ പറഞ്ഞിരുന്ന ശംസുൽ ഉലമയുടെ ആ സുന്നത്ത് ജമാഅത്തിന് സ്പിരിറ്റ് പോരാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന അവശനായ പിതാവിന്റെ ടീമിന് ഇപ്പൊ അതൊന്നും പറയാൻ കെൽപ്പില്ലാത്ത ആൾക്കാരായിട്ട് അവർ മാറിയിട്ടുണ്ട് എന്ന് കോഴിക്കോട് വലിയ കാലിയ പറയണത്. ഞമ്മള് പറയണതല്ല, ഞമ്മള് പറയുന്ന വർത്താനല്ല. ഇത് വളരെ കൃത്യമല്ലേ? ശംസുൽ ഉലമ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോ ആ ശംസുൽ ഉലമക്ക് സുന്നി പോരാ, കണ്ണിയത്ത് ഉസ്താദിന് സുന്നി പോരാ, അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ടീം പിന്നെ അവരുടെ പ്രചരണങ്ങൾ എന്താ നമ്മൾ കേൾക്കുന്നത്? 110 സുന്നി എന്നൊക്കെ പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോന്ന്. പിന്നെ എന്താ കേൾക്കണ? വെള്ളത്തിലാ. പിന്നെ നമ്മൾ കേൾക്കണ എന്താ? പിന്നെ സുബ്ഹാന ജല്ല ജലാലു മഹാന്മാരായ ഇമാമീങ്ങൾ മുഴുവനും പഠിപ്പിച്ച ആശയത്തിനെതിരായി മുത്ത് റസൂല് പഠിപ്പിച്ച, ഗൗസുൽ ആലം തങ്ങൾ പഠിപ്പിച്ച, ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിച്ച, റിഫായിൻ ശൈഖ് പഠിപ്പിച്ച, മമ്പുറം തങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ച, മടവൂർ ശൈഖുന പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ മശായിഖും അഹ്ലുസുന്നയുടെ അയിമ്മത്തും പഠിപ്പിച്ച ആശയത്തിനെതിരായ പുതിയൊരാശയം തന്നെ പറയണം. ഒരു ആശയം തന്നെ ഇവിടെ പ്രചരിപ്പിക്കുക. ആരായി പ്രചരിപ്പിക്കുന്ന ടീം നിങ്ങൾ മറക്കരുത്. ശംസുൽ ഉലമക്ക് സുന്നി പോരാ, വഹാബികളായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച കക്ഷി, ആ കക്ഷിയിലെ ഇന്നത്തെ അവരുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ മുസീബത്തിനും കാരണക്കാരനായ
നമ്മളെ മുശാവറയിലെ ചെക്കൻ പറയട്ടെ. ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ. നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് മൻ കതമ ഇൽമൻ ഫഅൽജമഹു അല്ലാഹു ബിലുജാമി മിനൻ നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെങ്കിലും ഞങ്ങള് ഒരു മുജാഹിദ് മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ ഫിഖിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചില കണ്ടോങ്ങള് പുതിയ മസാല ഉണ്ടാക്കുകയാണ് മുശാവറയിലെ ചെക്കൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നാ ഈ ചെക്കൻ ഈ ആദ്യം മസാല ഉണ്ടാക്കുമ്പോ കാരണന്മാരവിടെ വേറെ ഉണ്ടല്ലോ. പൊന്നാര കുരുത്തം കെട്ട ചെക്ക ഈ ആദ്യം വർത്താനൊന്നും പറയലേ. ഇതൊക്കെ നമ്മളെ പാരമ്പര്യത്തിനെതിരാണ്. എവിടുന്ന് അനക്ക് ഈ ഉടായ്പ് കിട്ടിയത്? സംഭവം മൂപ്പര് വേറെ ചില പ്ലാനിങ് മുന്നിൽ കണ്ടിട്ടുള്ള വർത്താന മൂപ്പരത്. കണ്ടോ നിങ്ങള്? ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയ. ഇത് രണ്ടുമല്ലാണ്ട് പിന്നെ എന്താ മസ്ലഹത്ത്? ഒന്നോലെ ദീന് അല്ലേ ദുന്യാവ്. അർത്ഥം പറയുമ്പോ ദുന്യാവ് അറിഞ്ഞൂല, എന്നാ മൂപ്പര് ചെയ്യണൊക്കെ ദുന്യാവാണാനും. ഏയ് ഓരോരോ കള്ളത്തരം കാട്ടുന്നുണ്ടല്ലേ ചേക്കൻ. നിങ്ങൾ ആലോചിക്ക്, അർത്ഥം പറയുമ്പോ പറഞ്ഞില്ല, ദുന്യാവ് പറഞ്ഞില്ല. ഇപ്പൊ മൂപ്പർക്ക് ദുന്യാവിന് വേണ്ടി മോന്റെ ബിസിനസ്സിൽ ചില ആൾക്കാരെ പാർട്ട്ണർമാരാക്കണം. അതിന് പുതിയ സാധനം ഇറക്കിയതാ. നമ്മൾ കുറ്റ്യാടി സിറാജുദയുടെ മുമ്പിൽ എന്നിട്ട് ചോദിച്ചില്ലേ, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയ. ഇങ്ങനൊരു ഇബാറത്ത് ഏത് ഇമാമാ പറഞ്ഞത്? ഹദീസിന്റെ കിതാബിലുണ്ടോ? ഫിഖ്ഹിന്റെ കിതാബിലുണ്ടോ? അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു ഉലമാ, ഒരു ഇമാമ് ഇങ്ങനൊരു ഇബാറത്ത് പറഞ്ഞതായിട്ട് തെളിയിക്കോ ചെക്ക? ഇന്ന് വരെ ചെക്കൻ കുട്ടിച്ചെകുത്താൻ രംഗത്ത് വന്നിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണോ? എന്തു ബരിക്ക് ഒന്നും വെറുപ്പേറില്ലല്ലോ. അങ്ങോട്ട് പറയണേ. അത് മൂപ്പർക്ക് എന്താ? മൂപ്പർക്ക് മകന്റെ ബിസിനസ്സിൽ പാർട്ട്ണർമാരാക്കാൻ വേണ്ടി കുറച്ച് വഹാബികളെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അങ്ങനെ ചെറിയ മൂപ്പര് മുന്നേ പറഞ്ഞല്ലോ, വഹാബികളുടെ കൂട്ടത്തിലും മുതലാളിമാരായ കുറെ വഹാബികൾ ഉണ്ടല്ലോ, അവർക്കും ഹിദായത്ത് വേണ്ടേ? അതാണ് ദീനിയത്തിൻ ഔ ദുന്യവിയ. കണ്ടോ ആ ദുന്യവിയ മൂപ്പർക്ക് കിട്ടണം ചിക്കിളി. അതിന് മൂപ്പരെടുത്ത പണിയാണ്, നമ്മൾ മറക്കാൻ പാടില്ല. എന്നിട്ട് സർവ പുത്തൻവാദികളുമായിട്ടുള്ള ചങ്ങാത്തം. അപ്പൊ ഇതൊക്കെ ഇയാളിങ്ങനെ പറഞ്ഞ്, ഇപ്പുറത്താണെങ്കിൽ മാളി പറയണതോ അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ലാന്ന്. ഇങ്ങനെ മാളി അത് പറയാനുണ്ടല്ലോ, മാളിക്കത് സഹിക്കണില്ല. ഈ ചില വിഷയങ്ങളിലൊക്കെ ഇയാളുടെ ഈ നിലപാടിനോട് മാളിക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയണില്ല. എന്നാ തുറന്നു പറയാൻ പറ്റുമോ? തുറന്നു പറഞ്ഞാൽ ഹിറ്റ്ലർ ഉലമയല്ലേ? ഇപ്പോ മേൽക്കോയ്മ കോഴിക്കോട് കോക്കസിനല്ലേ? അപ്പോ മലപ്പുറം കോക്കസ് പൊന്മളയുടെ നേതൃത്വത്തിലായിരുന്നു. അത് അവശനായി എന്ന് മാത്രമല്ല, അങ്ങേറ്റം പിടുത്തം വിട്ട ആളായിട്ട് മാറി. അപ്പൊ മാളിയുടെയും കൊളത്തൂരിന്റെ ഒക്കെ പിതാവ് മൊത്തത്തിൽ അവശനായി കുവശനായി കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ അത് മലപ്പുറം ടീം പാടെ പിടുത്തം വിട്ടു. അപ്പൊ പിന്നെന്താ? കോഴിക്കോട് കോക്കസിനോടൊപ്പം നിന്നെങ്കിലേ ഇനി സംഘടനയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറിപ്പറ്റാൻ പറ്റൂ. എന്നാലോ കിട്ടിയ ചാൻസിൽ കൊടുക്കണം ഇയാൾക്കൊരു കൊട്ട്. അതാണ് മാളി നേരത്തെ പറഞ്ഞ. ഒന്നുകൂടി കേട്ടോ, നിങ്ങൾ വെച്ചോളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. കണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വഹാബികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല.
ജമാഅത്തെ ഇസ്ലാമിയിൽ സുഹൃത്തുക്കളില്ല, പുത്തൻ പ്രസ്ഥാനക്കാരിൽ സുഹൃത്തുക്കളില്ല. മിസ്റ്റർ സുലൈമാൻ സഖാഫി മാളിയക്കൽ, താങ്കൾ ഈ പറഞ്ഞതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. നിങ്ങളുടെ മനസാക്ഷിക്കെതിരല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്? ആര് പറഞ്ഞു? നിങ്ങൾ പറയുന്ന സമസ്ത. മഹാന്മാരായ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ ഇവിടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഉലമായിനെ കുറിച്ചല്ല, സമസ്തയുടെ പഴയകാല ഉലമായിനെ കുറിച്ചല്ല ഞങ്ങളെ ചർച്ച. നിങ്ങൾ ഈ പറയുന്ന ഈ ഏടാകൂടമുണ്ടല്ലോ, ശംസുൽ ഉലമക്കും കണ്ണിയത്തുസ്താദിനും സുന്നി പോരാ എന്ന് പറഞ്ഞ് 89-ൽ പിരിഞ്ഞു പോന്ന നിങ്ങളൊക്കെ ഇന്ന് സുഖസുന്ദരമായി വിലസിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് പണം കിട്ടാനും സ്വൈരവിഹാരം നടത്താനും നിങ്ങൾ കണ്ടെടുത്തൊരു മാർഗം, നിങ്ങൾ അതിന് സമസ്ത എന്ന് പേരിട്ടു. ആ സമസ്തയിൽ വഹാബി കൂട്ടത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ? തബ്ലീഗിൽ സുഹൃത്തുക്കളില്ലേ? ആരെയാ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത്? മാളിയക്കലെ, അങ്ങനെ നിങ്ങൾ മെഴുകി വെളുപ്പിക്കാൻ നോക്കണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഹിറ്റ്ലർ ഉലമയുടെ ഇടപെടൽ കാരണം ചില പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വെട്ടിച്ചറ മജ്മഉമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അകത്താക്കലും പുറത്താക്കലും ഒക്കെ നടക്കുന്നുണ്ടെന്നറിയാം. അവിടെയൊക്കെ സ്ഥിരപ്രതിഷ്ഠ കിട്ടണമെങ്കിൽ ചിലരെയൊക്കെ സുഖിപ്പിക്കേണ്ടി വരും. കാളികാവാസ്ഥാനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന റേഷൻ വിതരണ പദ്ധതിയൊക്കെ ഇപ്പൊ പഴയ കാലത്തെ രൂപത്തിലില്ല, അതൊക്കെ നിന്നുപോയിരിക്കുന്നു എന്ന് കേൾക്കാൻ സാധിച്ചു. BCT ഒക്കെ ഇപ്പൊ എവിടെയൊക്കെയോ എത്തി അഴഞ്ഞുകുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നറിയാൻ സാധിച്ചു. അതൊക്കെയാകാം ഈ സുഖിപ്പിക്കലിലൂടെ, അതൊക്കെ വീണ്ടെടുക്കാനാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും മനസാക്ഷിക്കെതിരെ പറയരുത് കൂട്ടുകാരാ, പറയരുത്. ചോദിക്കട്ടെ, തബ്ലീഗിൽ കൂട്ടുകാരുണ്ടോ? നിങ്ങൾ ഏത് പരിപാടിക്കാ പ്രസംഗിച്ചത്? നിങ്ങളുടെ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കേരള യാത്രയിലെ നാദാപുരത്തെ പരിപാടിയിലല്ലേ നിങ്ങൾ ഈ പ്രസംഗം നടത്തിയത്? ആരാ നിങ്ങളുടെ യാത്രാ നായകൻ? ആരാ നിങ്ങളുടെ യാത്രയുടെ ഉപനായകർ? ഈ 3 പേരും ഒന്നിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ആളോടൊന്നിച്ച് കൂട്ടുകാരായി നിൽക്കുന്ന രംഗം. എവിടെ നിങ്ങൾ സ്വീകരണം കൊടുത്തത്? എവിടെ നിങ്ങൾ സ്വീകരണം കൊടുത്തത്? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായ തൽഹ ഖാസിമി എങ്ങനെ നിങ്ങൾ കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തി? തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാന്നോ? ആരെങ്ങൾ പറഞ്ഞു പറ്റിക്കണത്? കാലം മാറിയിട്ടുണ്ട് മാളി, ആയതുകൊണ്ട് കബളിപ്പിക്കൽ നടക്കില്ല. വെച്ചു കൊടുക്ക്. نفتخر بهذا المركز كذلك، ونفتخر بكل مركز من مراكزنا في الهند. هذا المركز وبالمركز الذي تخرجت منه أنا دار العلوم دوما، مذاهب العلوم سهرنبور، كل مركز وكل مدرسة لأهل السنة والجماعة، ولا بأس ببعض بشيء من الاختلافات فيما بيننا، لا بأس بها. هذه الخلافات موجودة بين الأئمة المجتهدين، بين الإمام أبي حنيفة والإمام الشافعي والإمام مالك والإمام أحمد بن حنبل رحمة الله عليهم أجمعين ورضي الله عنهم، ولكن الأساس واحد. കണ്ടോങ്ങള് തൽഹ ഖാസിമിയെ പ്രസംഗിക്കുന്നത് തബ്ലീഗ് ജമാഅത്തുകാരുടെ ആസ്ഥാന മന്ദിരമായ ദുയൂബന്ദ് മർക്കസിന്റെ നേതാവായ അതിന്റെ അവസനായ പിതാവാണ് ആര്? ഈ തൽഹ ഖാസിമി. ആ തൽഹ ഖാസിമി കോഴിക്കോട് മർക്കസിൽ വന്നിട്ട് പ്രസംഗിക്കാൻ നമ്മളെ ദുയൂബന്ദിലെ മർക്കസും ഈ മർക്കസും ഒരുപോലെയാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലുള്ള ഖിലാഫ ഞമ്മക്കിടയിലുള്ളത്. എങ്ങനെയുണ്ട്? മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലുള്ള ഖിലാഫാണോ തബ്ലീഗ് ജമാഅത്തിന്റെയും അഹ്ലുസുന്നയുടെയും ഇടയിലുള്ളത്? തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാന്നോ? നിങ്ങളെ യാത്രാ നായകനയിലില്ലേ? നിങ്ങളെ യാത്രയുടെ ഉപനായകരായ 2 എണ്ണയിൽ കുത്തിരിക്കുന്നില്ലേ? ഇതെവിടെ പരിപാടി? കോഴിക്കോട് മർക്കസിൽ. എന്താ പരിപാടി? കോഴിക്കോട് ജില്ല
ഇങ്ങളെ പേരിൽ പറഞ്ഞാൽ, ഇങ്ങളെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങളെ സമസ്ത, ആ സമസ്തയുടെ വാർഷിക കൗൺസിൽ എവിടെ നടക്കണ്? കോഴിക്കോട് മർക്കസിൽ. അതിലാരാ? തൽഹ ഖാസിമി. ആ തൽഹ ഖാസിമി പ്രസംഗിക്കുക. പറയണ്ടോ അവിടുന്ന് കോഴിക്കോട് മർക്കസും ദുയൂബന്ദിലെ മർക്കസും തബ്ലീഗ് ജമാഅത്തിന്റെ മർക്കസും ഒരുപോലെയാണ് എന്നത് തെറ്റാണ്, നിർത്തണം പ്രസംഗം. അവിടല്ലേ തിരുത്തേണ്ടത്? സ്വാമിജി പറഞ്ഞപ്പോ തിരുത്താൻ കാണിച്ച ആർജവം അവിടെയായിരുന്നില്ലേ കാണിക്കേണ്ടത്? അവിടെയല്ലേ പറയേണ്ടത്? ശംസുലുലമ മുതലക്കുളത്തിരുന്നിട്ട് സംസാരിച്ചപ്പോ തിരുത്തിച്ചില്ല എന്നൊക്കെ നിങ്ങള് ആരോപണം ഉന്നയിക്കാറുണ്ടല്ലോ. എന്താ നിങ്ങളെ സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങളെ സ്ഥാപനവും ദുയൂബന്ദിലെ മർക്കസ് ഒരുപോലെയാണ്, നമ്മളുടെ ഇടയിലുള്ള ഖിലാഫ് ഇവിടെ മദ്ഹബിന്റെ ഇമാമികൾക്കിടയിലുള്ള ഖിലാഫ് പോലെയാണെന്ന് പറയുമ്പോൾ നിർത്തണ പ്രസംഗം എന്ന് പറയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് മൈക്ക് ഓഫ് ആക്കണ്ടേ? ഒക്കെ നിങ്ങൾ അണ്ടർലൈനുള്ളതല്ലേ, നിങ്ങളെ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ളതല്ലേ? എന്താ നിങ്ങള് നിർത്തായിരുന്നത്? സംഭവങ്ങൾ രണ്ടും ഒന്നായിക്കണ്, സംഭവം രണ്ടും ഒന്നായിക്കണ്. ആ മർക്കസ് ഈ മർക്കസും ഒക്കെ ഒന്നാണ്. അത് പ്രസംഗിക്കണ സമയത്ത് ഈ ഞാനുലുലമ നേൽവാദി പേരോട്ടുകാരവിടെ ഉണ്ട്, മുട്ടിപ്പടിയിലെ തങ്ങളവിടെ ഉണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഇത് പ്രസംഗിക്കുമ്പോ നിങ്ങൾ കേട്ടല്ലോ, ഇപ്പൊ വീഡിയോ നിങ്ങൾ കേട്ടില്ലേ? അതിൽ അയാളെ തോളിൽ ഷാളൊന്നുമില്ല. നിങ്ങളത് പ്രസംഗം നിർത്താൻ പറഞ്ഞില്ല എന്ന് മാത്രല്ല, പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ അതിന് അംഗീകാരമായി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ലോഗോ മുദ്രണം ചെയ്ത അംഗീകാരത്തിന്റെ ആദരവിന്റെ ആതിഥേയത്വ മര്യാദയനുസരിച്ച് സ്വീകരണത്തിന്റെ ഷാള് നിങ്ങൾ ഇട്ടുകൊടുത്തു. ഞാൻ വെറുതെ പറയല്ല, ഷാള് അയാൾക്ക് ഇട്ട് കൊടുക്കണ രംഗം ഒന്ന് കണ്ടു നോക്കിയ ഫോട്ടോ നിങ്ങൾക്ക് കാണോ? ഷാള ഇട്ട് കൊടുത്തിരിക്കുന്നത് മർക്കസിന്റെ ഔദ്യോഗിക ലോഗോ മുദ്രണം ചെയ്തിരിക്കുന്ന ഔദ്യോഗികമായ ബഹുമതിയല്ലേ? അപ്പുറത്തതാ ഉപനായകൻ നിൽക്കുന്നില്ലേ? തബ്ലീഗ് ജമാഅത്തിൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല അല്ലേ? മാളിയെ എന്താ പറയണേ? തബ്ലീഗ് ജമാഅത്തിൽ സുഹൃത്തുക്കളില്ല. ഞോ മറ്റൊരു ഉപനായകൻ മൂപ്പര് സുഹൃത്തായിട്ട് കൊണ്ടടക്കണതാരേ? നിങ്ങൾക്ക് പൂതിയണ്ട് തീർത്തേരാ. നിങ്ങൾക്ക് തബ്ലീഗ് ജമാഅത്തിൽ സുഹൃത്തില്ല. തബ്ലീഗ് ജമാഅത്ത് നിന്ന് മാളി പറയണില്ല കേട്ടോ. ആ മാളി എന്താ പറയുന്നറിയോ? വഹാബീസത്തിൽ സുഹൃത്തുക്കളില്ല, ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളില്ല. പിന്നീട് മൂപ്പർക്ക് മറ്റേ ഓർമ്മ വന്ന്, പടച്ചോനെ ഇത് പറഞ്ഞപ്പോ ടീം വേറെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ മൂപ്പര് പറഞ്ഞു പുത്തൽവാദികളിൽ കാട്ടടയ്ക്കൊരു ഒറ്റപ്പറച്ചല്. തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞ നായകനും ഉപനായകന്മാരും ഒക്കെ കൂടിയാണ് സ്വീകരിച്ചതേ. ഇഞ്ഞൊരു ഉപനായകൻ മൂപ്പര് കൈ പിടിച്ചിട്ട് തിരുമ്മി കൊടുക്കുന്നതാണ് അങ്ങക്ക്. ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സമീർ മൗലവി വടകര. വടകര സമീർ മൗലവിയും നിങ്ങളെ യാത്രയുടെ നിങ്ങളീ പ്രസംഗിച്ചില്ലേ മാളിയെ? ആ പ്രസംഗത്തിലെ ഉപനായകൻ നിങ്ങൾ സുഖിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളില്ലേ? മൂപ്പര് കൈ പിടിക്കണമെന്ന് കണ്ടോക്കി. നിങ്ങള് ശ്രദ്ധിച്ചു നോക്കണേ. പേരോടിന്റെ ഇടത്തെ കൈ സമീർ മൗലവിയുടെ വലത്തെ കയ്യുമ്മ വെച്ചിട്ട് ഇങ്ങനെ തിരികുക, അങ്ങനെ മാലിസിട്ട് കൊടുക്കുക. വെച്ചു കൊടുക്ക ഒന്നും കൂടി കണ്ടോങ്ങള്. എന്നിട്ട് നോക്കുക, കണ്ട കുറുക്ക നോക്കണ മാതിരി ഇതില് ക്യാമറയിൽ പെടുന്നുണ്ടോന്ന് കണ്ടോങ്ങള്. മറുപടി പറയൂ മാളിയക്കലെ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ? നിങ്ങളെ സമസ്തക്ക് സുഹൃത്തുണ്ടോ? സമസ്തക്ക് സുഹൃത്തില്ല. തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങളൊക്കെ സുഹൃത്തുക്കളായില്ലേ? ജമാഅത്തെ ഇസ്ലാമിയിൽ സുഹൃത്തുക്കളില്ലേ? സുഹൃത്തുക്കളില്ല നിങ്ങൾക്ക് ഇല്ലേ? ഇനിയോ? ഇനി കണ്ടോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയിലും സുഹൃത്തുക്കളുണ്ട്, തബ്ലീഗ് ജമാഅത്തിനും സുഹൃത്തുക്കളുണ്ട്. ഇനി മുജാഹിദിലെ സുഹൃത്തിനെ രാജകീയ വരവേൽപ്പ് നൽകി സ്വീകരിക്കുകയാണ്. എവിടേക്ക്? കുറ്റ്യാടി സുല്ലമിസ്ലാം അല്ല, കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക്. കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് സ്വീകരിക്കുകയാണ്. ആരെ? വഹാബിയിലെ സലഫിയിലെ സുഹൃത്തിനെ. ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. കണ്ടോ? ധാരാ ആള് ഈ പ്രസംഗിക്കണ മുതലേതാ? ISMന്റെ സംസ്ഥാന ലീഡർ അക്ബർ മൗലവി ഇരിവേറ്റി. എവിടെ ക്ലാസ് എടുക്കണത്? കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ.
സുഹൃത്തുക്കളുണ്ടോ? ആർക്കാ ക്ലാസ് എടുക്കണത്? ഇളിച്ചിരിക്കണുണ്ടല്ലേ മൊയ്ലിയന്മാര്? ഉളുപ്പുണ്ട ചങ്ങായിമാരെ നിങ്ങൾക്ക് ഈ തലയെക്കെട്ടും കെട്ടിയിട്ട് ഈ വഹാബിയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കാൻ? നോക്കുങ്ങള് അവറ്റകളി ഇരുന്ന് കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാ അല്ലേ? ജോലിയിൽ നിന്ന് പുറത്താക്കും, ഇല്ലെങ്കിൽ ഹിറ്റ്ലറുള്ള പുറത്താക്കും. ഇങ്ങനെ ഈ മുജാഹിദിന്റെ മൗലവി വന്ന് ക്ലാസ് എടുക്കുമ്പോ മുന്നിൽ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കാൻ പാടുണ്ടാ? ഞാനുല്ലുലമേ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ആ മുഷാവറയിലെ ചെക്കനെ കൊണ്ടൊന്ന് പറയിപ്പിക്ക്, വെച്ചോടുക്ക്. പിഴച്ച വിശ്വാസക്കാരെ മുമ്പിൽ പോയി ഇരുന്നിട്ട് അവരെ ക്ലാസ് കേൾക്കുന്നത് ഹറാമാണ്. പിഴച്ച വിശ്വാസക്കാരുടെ ക്ലാസ്സിൽ പോയി പങ്കെടുക്കുന്നത് ഹറാമാണ്. അത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയയിൽ പറഞ്ഞതാണ്. പിഴച്ച വിശ്വാസക്കാരെ ക്ലാസ് കേൾക്കാൻ പാടില്ല, അവരെ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല, അവരെ CD കേൾക്കാൻ പാടില്ല. അവരുടെ കണ്ടോങ്ങള് അത് പാടില്ലാന്ന് ഈ ചെക്കൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഇപ്പൊ ചെക്കനവ് മറന്നു. ഇപ്പോ ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുനിയവിയ അപ്പൊ ഇറങ്ങിണ്ടായിരുന്നില്ലേ? അതിന്റെ ശേഷം ഇറങ്ങിയതാ. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ വഹാബീസത്തിൽ നിങ്ങൾ പറയുന്ന AP സമസ്തക്ക് സുഹൃത്തുക്കളുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയിൽ സുഹൃത്തുക്കളുണ്ടോ? തബ്ലീഗ് ജമാഅത്തിൽ സുഹൃത്തുക്കളുണ്ടോ? ഇതൊന്നും രണ്ടും അല്ലാന്ന്. ഇത് മർക്കസില് തബ്ലീഗ് ജമാഅത്തേരെ സ്വീകരിച്ചപ്പോ മോൻക്കൊരു പൂതി, എന്തപ്പ അങ്ങനെയാണെങ്കിലോ? അങ്ങനെ ഉണ്ടല്ലോ, ആശാൻ നിന്ന് മൂത്രിച്ചാല് ശിഷ്യൻ എന്ത് ചെയ്യും? മരം കയറി മൂത്രിക്കുന്ന. അപ്പതാ മറ്റാള് ആര്? നമ്മളെ ഇന്റർനാഷണൽ ബിസിനസ്മാൻ മൂപ്പര് പറഞ്ഞു ഒക്കെ കൂടി ഇപ്പൊ അങ്ങോട്ട് പോയാൽ പോരാ, കുറച്ച് തെബിലിയേറെ പൈസക്കും കിട്ടണം. മൂപ്പരതാ കൊണ്ടുപോയിട്ട് സ്വീകരിക്കണ്. എവിടെ? ഓന്റെ നോളേജ് സിറ്റിയിൽ സുഖവാസ കേന്ദ്രത്തിൽ വെച്ചോടുക്കും. ഇത് തീരൂലെന്ന് കണ്ടോകള്. തെബിലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാര് എങ്ങനെ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ? മാളിയത് ആരാള്? നിങ്ങളെ മുസാവറങ്ക, നിങ്ങളെ പൊന്മലയുടെ ശിഷ്യനാ, 6 കൊല്ലത്തെ ശിഷ്യനാ, നിങ്ങളെ യാത്രാ നായകന്റെ സീമന്ത പുത്രനാ. സുഹൃത്തുക്കളുണ്ടോ? തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുണ്ടോ? ആരാടോ നിങ്ങൾ ഈ കബളിപ്പിക്കുന്നത്? ഇഞ്ഞതാ ഇടക്കിടക്ക് ഇങ്ങനെ തല പൊക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ പഴയ ആളുണ്ടല്ലോ, ആര്? വടശ്ശേരിക്കാരൻ. മൂപ്പർക്ക് സുഹൃത്തുക്കളുണ്ടോ? ഒന്ന് വെച്ചു കൊടുക്കുവാനെ. ആരാ നിക്കണത്? എന്താണ് കയ്യിന്റെ പിടുത്തം, എന്തൊരു ഊക്കിലാ നൃത്തം. നോക്ക് നിങ്ങൾ, മടവൂർ ശൈഖുനയെ പച്ചയായി വിമർശിക്കുന്ന ഹുസൈൻ മൗലവിയുടെ കയ്യും പിടിച്ചിട്ട് നിങ്ങളുടെ മുസ്ലിം ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്റ്റേറ്റ് ലീഡറാകുന്ന വടശ്ശേരിക്കാരൻ നിൽക്കുന്നുണ്ട്. മാളി പറ മറുപടി. വഹാബീസത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ? AP സമസ്തക്ക് സുഹൃത്തുക്കളുണ്ടോ? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല അല്ലേ? എന്തു തോന്നിവാസാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തും ചെയ്യാലോ, നിങ്ങൾക്ക് എന്തോ ആവാ. നിങ്ങൾ പറച്ചലൊന്ന് പ്രവൃത്തി വേറൊന്നു. ഇത് പലതും പല കോലത്തിലല്ലേ. കേരളത്തിലെ AP സമസ്ത എന്ന് പറഞ്ഞപ്പോ എന്താ? തോന്നിയവർക്ക് തോന്നിയ രൂപത്തിലാ. ഇവർക്ക് എന്തും ചെയ്യാ, ഏത് രൂപത്തിലും ചെയ്യാ, എന്തൊക്കെ ചെയ്യാ, ഒക്കെ ചെയ്യാ. പഴയ കാലത്ത് നമുക്കറിയാലോ, ഇവരുടെ യാത്രയുടെ ഒരു ഉപനായകനായിട്ടുള്ള മുട്ടിപ്പടി തങ്ങള്. ഇപ്പോ ഇവർ ഈ മുട്ടിപ്പടിയിലെ സ്ഥാപനം പിറവിയെടുക്കാൻ തന്നെ കാരണമായതെന്താ? കോണോമ്പാറ എന്നിട്ട് അപ്പുറത്തൊരു മഹലുണ്ട്, അവിടെ ഒരു പുത്തൻവാദിയായ ആള് മരിച്ചപ്പോ അയാളെ മയ്യത്തുസ്കാരായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായതാ. എന്നിട്ട് അന്ന് കാണിച്ച ആദർശ ശൂരത ഇന്നിപ്പോ ആദർശ ശൂന്യതയായി മാറിയ. അന്നൊക്കെ ആ മുട്ടിപ്പടി തങ്ങള് ആവേശത്തിൽ അത് പറയണൊക്കെ കേട്ടിട്ട് നമ്മളൊക്കെ ചെല്ലിയ തെക്കുബീറുണ്ടല്ലോ, അന്ന് പേരോട്ടുകാരൻ മൗലവി ആ പാടത്ത് വന്ന് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, അന്നൊക്കെ നമ്മളതിൽ വന്നിട്ട് ആവേശത്തോടെ ഇരുന്ന രംഗമുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അന്ന് മുട്ടിപ്പടിയിലേക്ക് വരാൻ കാരണമായത് പുത്തംവാദിയുടെ മയ്യത്തിക്കരിക്കാത്തതിന്റെ പേരില് നിക്കരിക്കാൻ പറ്റൂല എന്നിട്ട് ധീരമായ നിലപാട് സ്വീകരിച്ചതാ. അല്ല തങ്ങൾ പാപ്പ ഇപ്പൊ ആ നിലപാടിൽ നിങ്ങളുണ്ടോ? നിങ്ങളെ ശിഷ്യനായ, നിങ്ങളുടെ മലപ്പുറം മുട്ടിപ്പടി മഅദിലെ മുദർരിസായ, കടലുണ്ടിക്കാരനായ SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജലീൽ സഖാഫി കടലുണ്ടി, അയാളെ വാപ്പ വഹാബിയായിരുന്നില്ലേ? അയാൾ അന്തരിച്ചപ്പോ പോയിട്ട് മയ്യത്ത് കരിച്ചില്ലേ? ആര്? ജലീൽ സഖാഫി മയ്യത്ത് കരിച്ചു.
സംഘടനാതലത്തിൽ ചർച്ചയായി, മുശാവറയിൽ ചോദ്യം വന്നു, പ്രശ്നമായി. അപ്പൊ എന്തേ പറഞ്ഞതന്ന്? SSFന്റെ സെക്രട്ടേറിയറ്റിൽ വെച്ച് ജലീൽ സഖാഫിയെ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞ മറുപടി എന്താ? എന്റെ ഉസ്താദ് പറഞ്ഞിട്ടാ ഞാൻ മയ്യത്തിക്കരിക്കാൻ പോയത്. ഏത് ഉസ്താദ്? മുട്ടിപ്പടിയിൽ കോണോമ്പാറയില് ജമാഅത്തെ ഇസ്ലാമിക്കാരനെ മയ്യത്തിക്കരിക്കാൻ പറ്റൂല എന്നിട്ട് ഇറങ്ങിപ്പോന്നിട്ട് സ്ഥാപനം ഉണ്ടാക്കിയ ആ ഉസ്താദ് ഇപ്പൊ ശിഷ്യനോട് പറയാ പോയിട്ട് മയ്യത്തിക്കരിച്ചോന്ന്. എന്നിട്ട് എവിടെ മയ്യത്തിക്കരിച്ചത്? പുത്തമ്പാടികളുടെ വഹാബികളുടെ പള്ളിയിൽ. ആരൊക്കെ മയ്യത്തിക്കരിക്കാണ്ടായിരുന്നത്? TP അബ്ദുള്ള കോയ മദിനി ഉൾപ്പെടെയുള്ള ആളുകള് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എന്തു തോന്നിയാസാകാം? നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല അല്ലെ വഹാബീസത്തില്? നിങ്ങളെ ഉപനായകനായ മുട്ടിപ്പടി തങ്ങളെ മകളെ കല്യാണത്തിന് സുഹൃത്തുക്കളായിട്ട് ക്ഷണിച്ചത് ആരൊക്കെയാ? പറയിപ്പിക്കണോ മാളിനെ കൊണ്ട്? എങ്ങനെ അബ്ദുറബ്ബ് അന്ന് അയാള് രണ്ടാമത്തെ മകളെ കല്യാണം നടക്കുമ്പോ അയാളന്ന് മന്ത്രിയായിട്ട് ഇല്ല, എന്നിട്ട് എന്തിനയാളെ കൊണ്ടുവന്നു? എന്തിനയാൾ ആലിംഗനം ചെയ്തു? അയാളെ സ്വീകരിച്ചു. നിങ്ങളെ സമസ്തക്ക് വഹാബികളുടെ സുഹൃത്തുക്കളില്ല അല്ലേ? അതിന്റെ പേരില് ചാലിയത്തും പരിസരങ്ങളിലും വിഷയങ്ങൾ നടന്നില്ലേ? 100 ചില്ലാനം ആളുകൾ ഒപ്പിട്ടിട്ട് ഈ ചെയ്ത പണി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തില്ലേ? ഒരു കോപ്പി ഞങ്ങൾക്കും തന്നില്ലേ? നേതൃത്വത്തിന് കൊടുത്തൊരു കോപ്പി ഞങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഉള്ളിൽ നടക്കണതാ. പുറത്തുക്കൊന്ന് പറയാ, ഉള്ളിൽ വേറെ കളി കളിക്കുക. വാപ്പ മരിച്ചിട്ടല്ലേ? നിങ്ങളെന്താ ഒരു മാനവികത ഇല്ലാത്തൊരവസ്ഥ? ഞാനല്ല പറഞ്ഞോടോ. ഏത് സഖാഫിയാ മയ്യത്തിക്കരിക്കാൻ പോയത്? ജലീൽ സഖാഫി കടലുണ്ടി. ആരാ? SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്. അതേ മർക്കസിൽ ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ പഠിച്ചിരുന്ന വേറൊരു സഖാഫി ഉണ്ട്, സാലിഹ് സഖാഫി അത്തുറാബ്. മൂപ്പര അഭിപ്രായം എന്താ ഈ വിഷയത്തില്? വാപ്പ മരിച്ച മയ്യത്തിക്കരിക്കാൻ പറ്റുമല്ലേ? ഒന്ന് പറയട്ടെ, വെച്ചോളൂ. ആ സ്ഥാനത്ത് അമ്മോശന് വഹാബിയാണ്. നിങ്ങൾ മുണ്ടണ്ട, നിങ്ങൾ തെറ്റിക്കോളി. സാക്ഷാൽ വാപ്പ വഹാബിയാണെങ്കിലും നിങ്ങൾ മുണ്ടണ്ട. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. കണ്ടോങ്ങള് മൂപ്പര് പറയണത്. അതേസമയം അമ്മോശൻ വഹാബി ആണെങ്കിലോ അത് നമ്മൾ നിസ്കരിക്കണ്ടതാ. അമ്മോശൻ വന്നും വിട്ട് പിന്നെ പറഞ്ഞു വാപ്പന്നെ വഹാബി എന്നിരുത. വാപ്പ വഹാബി ആണെങ്കിൽ ആ വാപ്പ വെച്ച മയ്യത്തിക്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. ഇതും സക്കാഫിയാണ്. മയ്യത്തിക്കരിച്ചതും സക്കാഫിയാണ്. മയ്യത്തിക്കരിക്കാൻ പറഞ്ഞയച്ചതോ അത് ഇതിന്റെ സൂപ്പർ നേതാവാണ്. എവിടെ മാളിയപ്പങ്ങളുള്ളത്? നിങ്ങളെ സമസ്തയിൽ വഹാബികളിൽ സുഹൃത്തുക്കളുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിൽ സമസ്തക്ക് സുഹൃത്തുക്കളുണ്ടോ? തബ്ലീഗ് ജമാഅത്തിൽ സുഹൃത്തുക്കളുണ്ടോ? ആയതുകൊണ്ട് ഏർപ്പാടൊക്കെ നിർത്തുക. എന്നിട്ടോ ഇപ്പൊ നിങ്ങൾ എവിടെ എത്തിപ്പെട്ട് നിൽക്കണത്? അതൊരു രസമുണ്ടല്ലോ. ഇപ്പൊ വരെ എത്തിപ്പെട്ട് നിൽക്കണ സാഹചര്യം എന്താ? എന്നിട്ട് മാളി ഒറ്റ വെടിയാ. ആരെന്താ? ഇതൊക്കെ പേരോടിന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, തേമ്പണം, എട്ടക്കെട്ടക്ക് ഇങ്ങനെ കൊടുക്കണം. കൊടുക്കണ കൂട്ടത്തിലോ ഇനിയിപ്പോ പണ്ട് നമ്മളെ പകരോസ്താവ് പറഞ്ഞ മാതിരി ഒരു ഹക്ക് തുറന്നു പറഞ്ഞാൽ ഓനൊക്കെ കുരുവട്ടൂരി ആക്കോലോ നിങ്ങള്. ആ പേടി മാളിയുടെ ഉള്ളിൽ കിടക്കണുണ്ട്. അപ്പൊ മാളിക്ക് ഓർമ്മ വന്നപ്പോ മാളി അതിന്റെ ഉള്ളിൽ കൂടി ഒരു തിരികെ കയറ്റല്. യഥാർത്ഥത്തിൽ എന്താണ്? അതും മറ്റോടത്തേക്കാ മിസൈല്. കേൾക്കണ പ്രവർത്തകർക്ക് തോന്നിക്കോട്ടെ, എന്നാലോ ഇവര് ഇവിടെയുള്ള മശായിഖന്മാരൊന്നും പറ്റൂല എന്നും പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരെ ശൈഖന്മാരാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, തലകെട്ട് എട്ടിക്കാനും തെരീക്കത്ത് സ്വീകരിക്കാനൊക്കെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരും അവരും ഈ വഹാബീസത്തിൽ പെട്ടവരാണ് എന്ന് മാളി ഉള്ളിലൂടെ പറയുന്നുണ്ട്. മാളി എന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി വിശദീകരിക്കാം. വെച്ചോളൂ. ആഗോളതലത്തിൽ തീവ്രവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സലഫി ധാരയാണ്. സലഫി ധാരയിൽ വഹാബിസമുണ്ട്, സലഫി ധാരയിൽ മൗദൂദിസമുണ്ട്, സലഫി ധാരയിൽ തബ്ലീഗ് ജമാഅത്തുണ്ട്, സലഫി ധാരയിൽ കള്ളത്തരീക്കത്തിന്റെ ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയുണ്ട്? സലഫി ധാരയിൽ എല്ലാരും ഉണ്ട്. മുപ്പര് പറയാണ് അതിൽ തീവ്രവാദികൾ
അതിൽ സലഫിദാറയിൽ തബ്ലീഗ് ജമാഅത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, കള്ളത്തരീക്കത്തുണ്ട്. ഇവരൊക്കെ എതിർത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാളിക്ക് ആ യമനിന്ന് വന്ന ആ വരവ് തീരെ പറ്റിയിട്ടില്ല. മാളിക്ക് അത് പിടിച്ചിട്ടില്ല. മാളി ഇവിടെ മടവൂരിങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ അവിടെ ഉള്ളപ്പോ എന്തിനാ വരുന്നേ? അപ്പൊ എന്തിനാപ്പോ ഈ യമനിന്നൊക്കെ ഒരാളങ്ങനെ കൊണ്ടിരുന്നത്? കൊടുന്നാളിപ്പോ ഇവിടുത്തെ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഇപ്പൊ എന്തേ മൂപ്പരിക്കൊണ്ട് വരാൻ പറ്റാത്ത? നിങ്ങൾ ഒരു 4-ാം തീയതി ഇവിടെ എന്തൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് ഒരു എന്താണ് ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസോ അല്ലേ, ഇന്റർനാഷണൽ എത്താതോ അങ്ങനെ എന്താ ഒരു പരിപാടിയൊക്കെ വെച്ചല്ലോ. ആ പരിപാടിയൊക്കെ നിങ്ങൾ വരുന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളെ യമനിന്ന് നിമിഷപ്രിയ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കണേ ഉപനായകനൊക്കെ അല്ലേ. അപ്പോ മൂപ്പര് വരുന്നിട്ട് കാത്തിരുന്നേലോ. എന്തേ വരായിരുന്നു? എന്താ ഇപ്പൊ മാളി പറഞ്ഞത്? ആഗോള തീവ്രവാദം സലഫിസത്തിൽ നിന്ന്. ആ സലഫിസത്തിൽ ആരൊക്കെ ഉണ്ട്? തബ്ലീഗ് ജമാഅത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, കള്ളത്തരീക്കത്തുണ്ട്. ഏതായിത്തെ കള്ളത്തരീക്കത്ത്? ഈ പറഞ്ഞ തരീക്കത്ത് ഏതാ? മാളിയെ നിങ്ങൾ അങ്ങോട്ടിട്ട് തേമ്പിയതല്ലേ? അത് പേരോടിനൊരു കൊട്ടിയല്ലേ കിട്ടിയ ചാൻസിന് മാളിയെ. അതിനൊരു ബിഗ് സല്യൂട്ട് മാളിയക്കൽ. കാരണം എന്താ? ഇത് തബ്ലീഗ് ജമാഅത്ത് ആഗോള തീവ്രവാദത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് തബ്ലീഗ് ജമാഅത്തിലാണ് എന്ന് ഉത്തരേന്ത്യൻ നാടുകളിൽ ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പല ആസ്ഥാന മന്ദിരങ്ങളും പൂട്ടിയിട്ടുണ്ടല്ലോ, പലതും പൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തബ്ലീഗ് ജമാഅത്തും ഇവര് തലകെട്ടി ആദരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഇജാബത്ത് കിട്ടണേ, ലോകത്ത് ഉടനെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളെന്നല്ലേ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലായിട്ട് നേരിട്ടിട്ട് യഖ്ലത്തിൽ തന്നെ സംസാരിക്കണ ആളല്ലേ. ഞമ്മക്ക് മൂപ്പരെ കുറിച്ച് ചർച്ചല്ലാട്ടോ. പക്ഷെ മാളി എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിയമ്പ് പേരോടിന്റെ മണ്ടക്ക് കൊടുത്തത്? അതാ നമുക്ക് രസം. ഞമ്മള് വെറുതെ പറയണതല്ലാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ. കണ്ടോ, ഇവിടെ ഇവര് കൊണ്ടുവന്ന് തലേ കെട്ടിച്ച ഇവര് തെരീക്കത്തിന്റെ വലിയ ശൈഖായി കണ്ട ഉമർ റഫീല് മൂപ്പരിപ്പോ ഈ ഡിസംബർ 30-ാം തീയതി ഒരുമിച്ച് കൂടിയ ചടങ്ങേതാ? കണ്ടു നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാം. നോട്ടീസ് കണ്ടോ, ഒന്ന് വലുതാക്കി കൊടുക്ക്. ആരാത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. മുദാക്കറത്തും ഫീ മനാഖിബി ദാഇയത്തിൽ കബീർ. ആര്? മുഹമ്മദ് ഇല്യാസ് കാന്തലവി ദഹ്ലവി റഹിമഹുല്ലാഹ്. അതിലുള്ള വായിച്ചാ ഞാൻ പത്തപ്പിരിയത്തിന്റെ ഭാഷ പറഞ്ഞാല് ആ റാക്ക് മൂപ്പര് വേറെ അർത്ഥം കൊടുക്കല്. നോക്കുങ്ങള് ഈ കലകെട്ടും കെട്ടിയിരിക്കണ ഈ ആദ്യത്തെ ഫോട്ടോ ഉണ്ടല്ലോ, അതാരാ? തബ്ലീഗിന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി ദഹ്ലവി. ആരാ പരിപാടിക്ക് പങ്കെടുക്കണത്? എന്തേ മാളി പറഞ്ഞത്? എല്ലാ ആഗോള തീവ്രവാദവുമായി ആർക്ക് ബന്ധമുണ്ട്? തബ്ലീഗ് ജമാഅത്തിന് ബന്ധമുണ്ട്. പിന്നെ ആ തബ്ലീഗ് ജമാഅത്തിന് അവസാന പാടുന്ന ശൈഖായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന നിങ്ങളെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, മാളിയുടെ ഭാഷയിൽ ഈ കള്ളത്തരീഖത്ത് അതിൽ പെട്ടതാണ്. അപ്പൊ ഇനി നാളെ എന്നെ കുറ്റം പറയണ്ട. ഉമർ റഫീലിനെ ഞാൻ കള്ളത്തരീഖത്താക്കിയതല്ല, മാളി പറഞ്ഞതാണ്. മാളി പറഞ്ഞ ഈ തബ്ലീഗ് ജമാഅത്തുണ്ടല്ലോ, അതിനോട് ചേർത്തി പറഞ്ഞ ഈ കള്ളത്തരീഖത്ത് അത് ഉമർ റഫീലിന് ഇട്ടതാണല്ലോ. യഥാർത്ഥത്തിൽ ഉമർ റഫീലിനോടല്ലല്ലോ മാളിക്ക് പ്രശ്നം. പേരോടിനോടുള്ള വിഷമം, വിദ്വേഷം, പേരോടിനോടുള്ള ആ അമർഷം അത് മാളി രേഖപ്പെടുത്തിയതല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ തീവ്രവാദികളും നിങ്ങളും തമ്മിലുള്ള ചെങ്ങാത്തത്തിന്റെ കോലെന്താ? അത് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ പറ്റപ്പിടുത്തം വിട്ടില്ലേ. വാഴക്കാട്ടുന്നും മംഗലാപുരത്തുനിന്നൊക്കെ ഇവരുടെ ദുബൈ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഞാൻ നടത്തിയപ്പോ ചില ആളുകൾക്കൊക്കെ ഒരു വിമ്മിഷ്ടം. വെറുതെ പറയാനിട്ടോ, തൊഴിയൂര് വെറുതെ പറയാ. പൊന്നാര മക്കളെ, ദുബൈ എന്ന് പറഞ്ഞാല് ആഖിറത്തിലൊന്നല്ലല്ലോ. നിങ്ങൾ ആൾക്കാരവിടെ അല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കി. ഒരാഴ്ച ആയിട്ട് നിങ്ങളെ ദുബൈയിലെ ആസ്ഥാന മന്ദിരം സഡൻലി ഒരു ലീവ് കൊടുത്തല്ലോ. പെട്ടെന്നൊരു അവിചാരിതമായ ലീവ്. എന്താ അവിചാരിതമായൊരു ലീവ് കൊടുക്കൽ? പെട്ടെന്നൊരു അവധി പ്രഖ്യാപിച്ചു. എന്താ പ്രശ്നം? നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്താ?
ഉള്ളിൽ നടക്കുന്ന കളികളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. പൂട്ടിക്കൊള്ളണം. അപ്പൊ വരെ പുതിയൊരു ഉടായ്പുണ്ടല്ലോ, വിശദീകരണം ഞങ്ങൾ തരാം. അപ്പൊ പറഞ്ഞു വിശദീകരണം എന്നോളം പൂട്ടിയിട്ട് വിശദീകരിച്ചാൽ മതി, തുറന്നിട്ടിട്ട് വിശദീകരിക്കണ്ടാറ്. ഒരു നിലക്കും നടക്കൂല. ഇടപെടേണ്ട ആളുകൾ ഇടപെട്ടു നോക്കി. പിന്നെ ഇവിടെ മനുഷ്യർക്കൊപ്പം അങ്ങനെ നീങ്ങല്ലേ. ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ഒരു സുഖല്ലല്ലോ, ഒരു തെളിച്ചല്ലല്ലോ. കാരണം എന്താ, അവിടെ മൂപ്പര നേതൃത്വത്തിൽ പോയിട്ട് വേറൊരാളെ സ്ഥാപനം പൂട്ടിച്ചു പോന്ന ഊക്കിലിങ്ങനെ ഇരിക്കരുന്ന്. അപ്പത്തൊക്കെ എടുക്കണ ഇപ്പുറത്തേക്ക്. ഇത് മാറ്റോന്റെ പൂട്ടിക്കുമ്പോ നിങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. ഇതണ്ട് പൂട്ടി. അപ്പോ പൂട്ടി എന്നുള്ളത് പുറത്തു പറയാൻ പാടില്ല. പൂട്ടി എന്ന് പറയരുത്. അതൊരു താൽക്കാലികമായ അവധി. എന്താ അവധി? നേരിട്ടിട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരന്റ് ചെന്നു നിങ്ങളെ ദുബൈ ആസ്ഥാനത്തേക്ക്. എന്താ പെട്ടെന്നൊരു അവധി? അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ഈ വേസ്റ്റ് ടാങ്ക് പൊട്ടിയിട്ട് പുറത്തേക്ക് ദുർഗന്ധം വരുന്നുണ്ട്, കുട്ടികൾക്ക് പ്രയാസമാകുന്ന എഴുതിയിട്ട് കൂട്ടി അത് തൽക്കാലം അവധി കൊടുത്തേക്ക. അപ്പൊ ചെന്ന ആളിങ്ങനെ എവിടെ ദുർഗന്ധമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ബരി പറഞ്ഞ എന്താന്ന് ഈ സാധുവിന് മനസ്സിലായിട്ടില്ല. ആദർശപരമായ ദുർഗന്ധത്തിലാണ് ഇന്ന് AP സമസ്തയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദുർഗന്ധ വമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയപരമായ ദുർഗന്ധം, സൈദ്ധാന്തികമായ ദുർഗന്ധത്തിന്റെ അഗാധ ഗർത്തത്തിലായ AP സമസ്ത എന്നുള്ളത്. ആ ദുർഗന്ധ അല്ലാണ്ട് മറ്റേ ടാങ്ക് പൊട്ടിയിട്ടൊന്നുമില്ല. ഈ ചെന്ന ആൾക്കാർ ജലദോഷമായിട്ട് ചെന്നിട്ടുള്ള ഒന്നല്ല. അവരിങ്ങനെ മണപ്പിച്ചു കൊടുക്കും. ഇവിടെ അങ്ങനെ ഒരു ദുർഗന്ധമൊന്നുമില്ലല്ലോ, എന്താ നിങ്ങൾ ഈ പറയണത്? അപ്പൊ പറഞ്ഞല്ല അതങ്ങനെ പറയാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളേന്ന്. പൂട്ടിക്കിടക്കണേ. ഇത് ഈ സൈബർ കുഞ്ഞാടുകൾക്ക് അറിയൂല. ഒന്ന് വിളിച്ച് ചോദിക്കും കുട്ടികളെ, എന്നിട്ട് ഞങ്ങൾക്ക് പൊങ്കാലടാ. പൂട്ടി. എന്തേ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞ് സ്ഥാപനമുണ്ടാക്കി പാവപ്പെട്ട അറബികളെ പറ്റിച്ച് മലയാളികളെ പിഴിഞ്ഞ് ജ്യൂസടിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ ഈ ധനാഗമനുണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യം, അതിന്റെ മറവിലുകൾ കാട്ടിക്കൂട്ടുന്ന സ്വർണക്കടത്ത്, അതുപോലെയുള്ള കളികള്, നിങ്ങളെ തീവ്രവാദ ബന്ധങ്ങള്, ഇത് വെറുതല്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന സമയം ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് പറയാ, ഇത്രമാത്രം AP സമസ്ത ഈ തീവ്രവാദികളായ വഹാബികളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അവിശുദ്ധ കൂട്ടുകെട്ട് വല്ലാത്ത അവസ്ഥയാണല്ലോ. മാളിക്ക് ഇതൊക്കെ കൂടിയാണ് തലേ കയറിയതാണ്. അതാ മാളി പറഞ്ഞത് ആഗോള തീവ്രവാദമായ സലഫിസം അതിലിതൊക്കെ ഉണ്ട്. ഇപ്പൊ മൊത്തത്തിൽ എന്തായിന്നറിയോ? ഇപ്പോ ആഗോള തീവ്രവാദമാകുന്ന സലഫിസം, തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി, AP വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാഅത്ത്, ഇതൊക്കെ ഒന്നാ. കേരള മുസ്ലിം ജമാഅത്തും തബ്ലീഗ് ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും സലഫിസവും ഇതൊക്കെ കൂടി ഒരു കൂട്ടിലപ്പോ ഇതൊക്കെ കൂടി ഇങ്ങനെ കിടന്ന് വരക. എന്നിട്ട് പേര് പറയാ മനുഷ്യർക്കൊപ്പം. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വഹാബീസത്തിൽ സുഹൃത്തുക്കളില്ല, ജമാഅത്തെ ഇസ്ലാമിയിൽ സുഹൃത്തുക്കളില്ല, പുത്തൻ പ്രസ്ഥാനത്തിൽ സുഹൃത്തുക്കളില്ല എന്ന് മാളിയക്കൽ പറയുമ്പോഴും മാളിയക്കലിന്റെ മനസാക്ഷിക്കെതിരാണത്. അറിയാം മാളിയക്കലിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. ഇപ്പോൾ സുന്നി പറയാൻ പഴയകാലം പോലെ വേദികൾ ഇല്ല. ഉള്ള വേദികളിൽ സുന്നീസം പറയുന്നില്ല. പണ്ടേ മഹാനരായ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ചെറിയ വളർന്നു വരുന്ന മക്കൾക്കൊക്കെ സുന്നത്തി ജമാഅത്ത് പഠിപ്പിക്കണം. ഇപ്പൊ നമ്മൾക്ക് അതിനൊന്നും നേരല്ല എന്ന് വരാനിരിക്കുന്ന അവസ്ഥയെ കാലെക്കൂട്ടി കണ്ടുകൊണ്ട് ബഹുമാന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ ഉസ്താദ്മാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ഇത് മാളിക്കും അറിയാലോ. മാളിനായിട്ടാണല്ലോ ഇന്റർവ്യൂ നടത്തിയത്, മാളിയാണല്ലോ വിഷയങ്ങൾ. മാളി അങ്ങോട്ടും നെല്ലിക്കുത്ത് ഉസ്താദ് ഇങ്ങോട്ടും പറയുന്ന ഇന്റർവ്യൂ നമുക്കറിയാലോ, അഭിമുഖം. അതിൽ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പഴയമാതിരി സുന്നീസം പറയാനില്ല, ഇപ്പൊ അത് തീരെ ഇല്ലാതെയായി. അതിനെന്തേ കാരണം? അതും
കുറച്ചൊക്കെ മാളി. നിങ്ങൾ പേരോടിനെ മണിയടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ റഷീദുരിയുടെ തഫ്സീറുൽ മനാർ കുട്ടികളൊക്കെ നോക്കണമെന്ന്. ആരെ സുഖിപ്പിക്കാൻ ഞങ്ങളന്ന് പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് അതിലൊരു പങ്കുണ്ട്. നിങ്ങൾ ഈ കളി കളിച്ചിട്ടുണ്ട്. എല്ലാ കളികളും കളിച്ചു. പേരോട്ടുകാരൻ പണ്ട് പുത്തൻവാദിക്ക് മറുപടി പറയലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ ദർസിൽ നിന്ന് കുട്ടികൾ ചോദ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? നിഷാദിന് കാലുവേദനല്ല, നിഷാദിന്റെ കാലുവേദന മാറിയെന്ന്. ഇപ്പൊ അതേ ചങ്ങായി എന്നെ പറയാണ്, മനുഷ്യർക്കൊപ്പം എന്നിട്ട് നമ്മള് യാത്ര നടത്തിയാൽ മാത്രം പോരാ, നമ്മൾ സുന്നത്തിയമാഴത്ത് പറയണം. സുന്നത്തിയമാഴത്ത് പറയാതെ നമ്മൾ സാന്ത്വനം മാത്രം നടത്തിയാ പോരാ, മനുഷ്യർക്കൊപ്പം യാത്ര നടത്തിയാ പോരാ. അല്ല മുഷാവറയിലെ ചക്ക നിഷാദിന് കാലുവേദന കൊണ്ടു തുടങ്ങിയോ? ജല പറഞ്ഞു നിഷാദിന്റെ കാലുവേദന മാറിയെന്ന്. അപ്പൊ നിഷാദിന് കാലുവേദന തുടങ്ങി. അപ്പൊ ഇങ്ങളിതിങ്ങനെ ഉടായിപ്പ് പല കളികളും കളിച്ചു വെച്ചതാ. നിങ്ങൾ ഇവിടെ സുന്നി പറയുന്നത് ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കി. ഇത് ഞങ്ങൾ മാലോകരോട് വിളിച്ചു പറഞ്ഞു. AP സമസ്ത എന്ന് പറയുന്നത് ആദർശം നഷ്ടപ്പെട്ട ആദർശ ശൂന്യതയുടെ ആൾക്കൂട്ടമായി, അവസനായ പിതാവിന്റെ ടീമായി AP സമസ്ത മാറിയിട്ടുണ്ട്. ഒന്നിനും കഴിയാത്ത വാപ്പയുടെ മക്കളായി AP സമസ്ത മാറിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഒറ്റപ്പെടുന്ന പ്രവർത്തകരെ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് നമ്മളെ വേദികളിൽ നിന്ന് നിരന്തരം ഇതിങ്ങനെ കേട്ടപ്പോ പ്രവർത്തകര് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങി. ചിലരൊക്കെ നമ്മളോട് വിളിച്ചു പറയാ, ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ അല്ലേ നിങ്ങളോട് സഹകരിക്കാൻ പറ്റുള്ളൂ, പരസ്യമായിട്ട് വന്നാലും ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെടൂലേ, അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇത് പറയുന്നുണ്ടല്ലോ, സഹിക്കുന്നില്ല. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൂട്ടുന്നത്? കരിമ്പിൻ തോട്ടത്തിലേക്ക് കാട്ടാൻ ഇറങ്ങിയതുപോലെ ഈ പരിശുദ്ധ അഹ്ലുസുന്നയുടെ സുന്നത്ത് അഹ്ലുസുന്നയെ സ്നേഹിച്ച് ഇതിനു വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായ പാവപ്പെട്ട പ്രവർത്തകരുടെ മനസ്സുകളെ പോറലേൽപ്പിച്ച് ഇബ്നു തൈമിയെ വെളുപ്പിച്ചെടുക്കാനും പുത്തൻവാദിയോടൊപ്പം കൂട്ടുകൂടാനും മകന്റെ ബിസിനസ്സിൽ വഹാബിയെ പാർട്ട്ണറാക്കാനും വഹാബിയിൽ നിന്ന് പണം സമ്പാദിക്കാനും ഈ മുസാവറയിലെ ഈ ചെറുക്കൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ഞങ്ങൾക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ പറ്റൂല. നിങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ലല്ലോ, നിങ്ങൾക്ക് പറയാമല്ലോ. അതുകൊണ്ട് ആ പറയുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഇപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ സാധു അത് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞൊരു വാക്കെന്താ വെച്ചാല്, പൊന്നാറുസ്താദെ നമ്മളീ വിളിക്കണവും ബന്ധപ്പെടണമെന്നും വേറെ ആരും അറിയരുത് കേട്ടോ, വല്ലാണ്ട് സൂയിപ്പാക്കുന്നുണ്ട് വരും. ഒരിക്കൽ തന്നെ ഇടങ്ങാറാക്കിയിട്ട് എൻ്റെ ഉസ്താദിൻ്റെ അടുത്തൊക്കെ വിഷയം എത്തിച്ചതാ. ആയതുകൊണ്ട് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. എന്തായാലും നല്ല ഉഷാറായിട്ട് പറയണോട്ടോ കാര്യങ്ങളൊക്കെ. അള്ളാഹ് നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെ ഉള്ളിലുള്ള വിഷയം അത്. അപ്പൊ പ്രവർത്തകരിങ്ങനെ മാനസികമായിട്ട് ഇവരോട് അങ്ങേയറ്റത്തെ വിഷമവും പ്രയാസവും ഇവരോടുള്ള അകൽച്ചയും പ്രകടമാകാൻ തുടങ്ങിയപ്പോ മാളി ചിന്തിച്ചു, ഇതാരെങ്കിലും ഒന്ന് പറയണ്ടേ, പറഞ്ഞില്ലേ പ്രശ്നല്ലേ. ആ നിലക്ക് നിർബന്ധിതനായിട്ട് മാളി ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് ഇടക്കൊന്ന് കൂട്ടിക്കൊടുത്തതാ, അതും നേരെ പേരോടിനായി. എന്താ ഉമറാഫീദനെ വെച്ചിട്ടൊരു തേമ്പലു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ കൂട്ടുകാരോട്, ഞങ്ങൾ എന്തോ പറഞ്ഞോ? നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഡിക്ഷണറിയിലും സാഹിത്യമൊന്നും ഇനി ബാക്കിയില്ലല്ലോ. എല്ലാ തെറി നിങ്ങൾ പറയുന്നുണ്ട്, ഒന്നും നിങ്ങൾ ബാക്കി വെക്കണില്ല. എന്താ മനുഷ്യർക്കൊപ്പം? എന്തായാലും പണ്ടത്തെ മാനവികത പാട്ടിപ്പങ്ങൾ പാടുന്നില്ല. കാരണം എന്താ, ആ പാട്ടും കൂടി വേണ്ടിയിരുന്നു കേട്ടോ നിങ്ങൾക്ക്. ആ പാട്ട് പാടിയും വേണം. ഞങ്ങളെ ഈ പരിപാടിയുടെ കമന്റ് ബോക്സിൽ നിങ്ങളെ പ്രവർത്തകന്മാരെ ആ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, കമന്റുകൾ, അതും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കൊരു CD ഇറക്കേണ്ടതുണ്ടായിരുന്നു. ആ പാട്ട് കൊല്ലങ്ങൾ ഇറക്കിയില്ലല്ലോ. അതിപ്പോ എന്തേ, ഞങ്ങൾ പാടൂല, തൽക്കാലം നിങ്ങൾ പാടിക്കോളേ. എന്തൊക്കെ കാട്ടിക്കൂട്ട, ഞങ്ങളെ തെറി പറയാ, ഞങ്ങളെ ആക്ഷേപിക്കുക, ഞങ്ങളെ ചീത്ത പറയാ. സുബ്ഹാന ജല്ല ജലാലു ഏറ്റവും തരം താഴ്ന്ന ടീമായിട്ട് പെരുമാറി. ഞങ്ങള് ആദർശപരമായിട്ടല്ലേ നിങ്ങളോട് സംവദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് അവശനായി ഒന്നിനും കഴിയാത്ത വാപ്പയാണ് നിങ്ങളെ മുസാവറയിലെ ചെക്കൻ പറയാ. അള്ളാഹുവിന്റെ റസൂല് തന്നു എന്ന് പറഞ്ഞാൽ, റസൂലുള്ള സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബല്ല എന്ന് പറയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ കോലത്തിൽ പിശാച് വരും എന്ന് പറയാ. റസൂലുള്ളാക്ക് നിഴലുണ്ട് എന്ന് പറയാ.
റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുന്നു പറയാ, റസൂലുള്ളാഹിയുടെ ഷഹർ മുബാറക്ക് തീയിലിട്ടാ കരിയെന്ന് പറയാ, മുഹിയദ്ദീൻ ഷെയ്ഖ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബല്ല എന്ന് പറയാ, ബദിരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബല്ല എന്ന് പറയാ, മടവൂർ ഷെയ്ഖുന കുത്തുബുൽ ആലം അല്ല എന്ന് പറയാ, മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുന പറഞ്ഞത് ഷറഹുൽ മഖാസിദിൽ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറഞ്ഞ തൗഹീദിനെതിരാണെന്ന് പറയാ, എല്ലാ കറാമത്തും പറയാൻ പാടില്ല എന്ന് പറയാ, മൗസൂഖുംബിയ ഇമാം പറഞ്ഞ കറാമത്ത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ. ഇങ്ങനെ ഡസക്കണക്കിന് ആദർശ രംഗത്ത് ഒന്നിനു പുറകിൽ ഒന്നായി വഹാബീസത്തിന്റെ ചീഞ്ഞളിഞ്ഞു ദുർഗന്ധം വമിക്കുന്ന ആശയങ്ങൾ നിങ്ങൾ പുലമ്പുമ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായിട്ട് നേരിടുമ്പോ അതിനെ പ്രാമാണികമായിട്ടല്ലടോ പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളെ തെറി പറയാണോ വേണ്ടത്? ആക്ഷേപിക്കുകയാണോ വേണ്ടത്? പരിഹസിക്കുകയാണോ വേണ്ടത്? ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയാണോ വേണ്ടത്? എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങളെ കേസ് കൊടുക്കലൊക്കെ പൂതി തീർന്നോ? എന്തൊക്കെയായിരുന്നു? വക്കീൽ നോട്ടീസ് ഒരു ഭാഗത്ത്, കേസ് ഈ ഭാഗത്ത്, ചാനലിൽ അപ്പുറത്ത്, പോലീസ് സ്റ്റേഷനിൽ ഇപ്പുറത്ത്, ഒക്കെ കഴിഞ്ഞ് ഒക്കെ അവസാനം വെള്ളത്തിൽ ദേശം ഇട്ട മാതിരിയായി. ആ കൊളായി. ഇപ്പൊ അങ്ങനെ ഇരിക്കുക. ഇനി എന്താ കാട്ടുകയെന്ന് നിങ്ങൾ അങ്ങനെ കാട്ടി അങ്ങനെ ഇരിക്കി. അതൊന്നും നടക്കൂല. നിങ്ങളെ തോന്നിവാസം അത് ഞങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിച്ച് മൂലയിലിരുത്താമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ മശായിഖന്മാരാഹിലിന്റെ ഒരു രോമം തൊടാൻ നിങ്ങൾക്ക് കഴിയൂല. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേക്ക്. നിങ്ങൾ ആരോടാ കളിക്കണത്? നിങ്ങൾ പലരോടും കൊഞ്ചിയിട്ടുണ്ട്. പക്ഷേ മശായിഖന്മാരെ മക്കളോട് നിങ്ങൾ ആ കൊഞ്ചല് നടക്കൂല. അത് നടക്കൂലെന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് ആരാ തീരുമാനിക്കണത്? ഇപ്പൊ തിരിയല്ല നിങ്ങൾക്ക് അതിങ്ങനെ പറഞ്ഞു തരുന്നെന്ന്. ഞങ്ങൾ എന്താ പറയേണ്ടത് നിങ്ങളല്ലേ തീരുമാനിക്കണത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്തായി ഇപ്പോ എന്തായി? എന്നിട്ട് പറയണ എന്താ? ഞാൻ അങ്ങനെ കരുതിയിട്ട് പറയാം. ഇജ്ജ് കരുതിയതല്ലട ചെക്കജ്ജ് പറയാ. ഇജ്ജ് ചെക്കജ്ജ് എന്താ പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുകളിവിടെ വേറുണ്ട്. ഇപ്പൊ ഇയാള് മുണ്ടണത് പേടിയാ. ഇപ്പൊ കുറച്ചാൾക്കാർ വണ്ടൂര് പോലെയുള്ള സൈദ്ധാന്തിക നായകന്മാർ പറഞ്ഞു, പൊന്നാര ചെക്ക ഈ വിവാദം ഈ യാത്രയിലും പറയലൊന്നും നിർത്തിട്ടോ. മൂപ്പരല്ലെങ്കിൽ മൂപ്പർക്ക് ഇപ്പൊ താക്കീത് കൊടുത്തില്ലേ മൂപ്പരിപ്പ് എന്താ ചെയ്യാന്നറിയോ? മൂപ്പര് ആ മനുഷ്യർക്കൊപ്പം മൂപ്പര് നിൽക്കുന്ന വേദി അതൊന്നും മൂപ്പർക്ക് അറിയില്ല. മൂപ്പര് പറയും, ഞാൻ ഒരു ക്ലിപ്പ് കേട്ടു, അതിൽ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ താല്പര്യം എന്നതാണ്. എന്താ ഈ പരിപാടി? അതൊന്നും ഈ ഫുലാനുബിലു ഫുലാനക്ക് ഒരു അന്തം ഉണ്ടാവില്ല, ഒരു സ്ഥലകാല ബോധമില്ല. എന്തോ അന്തം കമ്മിയായിട്ട് അങ്ങനെ വിളിച്ചറിയും. ഇപ്പോ താക്കീത് കൊടുത്തോണ്ടാ മുണ്ടാണ്ടിരുന്ന്. ഇനിയിപ്പോ അടുത്ത പരിപാടിക്ക് പറയണിച്ച അന്ന് പറയേ, നമ്മളീ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളൊന്ന് പറയണിച്ചെങ്കിൽ അന്ന് പറയാം, ഞങ്ങൾ കേൾക്കും ചെയ്യട്ടെ. അപ്പൊ എന്താ നോക്കി ആലോചിച്ച് നോക്കി നിങ്ങൾ ഇവരെ കഥ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സാധുക്കളായ പഴയകാല സുഹൃത്തുക്കളെ, നിങ്ങൾ വരെ കെണിയിൽ കുടുങ്ങാൻ നിൽക്കണ്ട. വഹാബീസവുമായുള്ള ബന്ധവിച്ഛേദം തെർക്കുൽ മുവാലാത്തിലെ താ പറയാൻ പോലും ഒരിക്കലും യോഗ്യതയില്ലാത്ത രൂപത്തിൽ വഹാബികളുമായി, മൗദൂദികളുമായി, തബ്ലീഗുകാരുമായി നിങ്ങൾ കൂടിക്കലർന്ന് നിങ്ങൾ കിടക്കാനും വിരിക്കാനും പൊതക്കാനും ഉടുക്കാനും ഉണ്ണാനും ഒക്കെ ഈ പുത്തൻവാദികളുമായുള്ള ചങ്ങാത്തം അത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. നിങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ മൗലവിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ നേതാക്കന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രവർത്തകർ തിരിച്ചറിയണം.